അയ്യോ നീങ്ങി പോരെ, നിൻ്റെ അമ്മയല്ലത്, നമ്മൾ തൽക്കാലത്തേക്ക് കൊടുത്തേക്കുന്നതാണ്. ഇവരെ 4 പേരെയും കൂടെ നോക്കാൻ വേണ്ടി ഈ ഒരു അമ്മ ഏൽപ്പിച്ചേക്കുകയാണ്. ഈ അമ്മ നമ്മുടെ ബെഡ് റെസ്റ്റാട്ടോ. പാവം നമ്മുടെ വിളമ്പി പ്രസവിച്ച് കഴിഞ്ഞ് 2-3 ദിവസം വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിട്ട് എണ്ണിക്കാൻ വയ്യാത്തൊരവസ്ഥയായതായിരുന്നു. പിന്നെ അവളിപ്പം മിടുക്കിയായി, ഇപ്പോൾ കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തിയേക്കും അവളെ. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ വീശി കൊടുക്കും. ഞങ്ങളുടെ ഫാൻ ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റായി ഇടിവെട്ടിപ്പോയതാട്ടോ. അതുകൊണ്ട് ഫാനിൻ്റെ കാറ്റ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴാണെങ്കിൽ ഈ പാള കൊണ്ട് നമ്മൾ വീശി കൊടുക്കും. സമയം കിട്ടുമ്പോഴേക്ക് വന്ന് വീശി കൊടുക്കുക. മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കളയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് വന്നിരുന്ന് വീശി കൊടുത്തുകൊണ്ട് നമുക്ക് മൊബൈൽ കാണാം. എന്തൊക്കെ ഉണ്ട്, അതിന് കാറ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എല്ലാത്തിനും വെളിയിലിറക്കി കെട്ടുന്നതായിരുന്നു കേട്ടോ. ഈ പ്രസവിച്ചപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇതിനകത്ത് കെട്ടിയേക്കുന്നത്. പാവം ഇപ്പോൾ നല്ല ഉഷാറായി. 3-4 ദിവസത്തേക്ക് പാവത്തിന് തീരെ വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയൊരു പണി പറ്റിച്ച്, വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഇച്ചിരി തണുപ്പുണ്ടാക്കിയോട്ടെന്ന് ചൊല്ലി പൂവമ്പഴം മേടിച്ച് കൊടുത്തു. പൂവമ്പഴം തിന്ന് ദഹനക്കേടായി, ആകെ പ്രശ്നമായി. അതിനും കൂടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കൊച്ച്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. വേണ്ട, വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഈ അണയ്ക്കുന്നത്, ഈ മൂക്കിൽ കൂടി ഇങ്ങനെ വായിൽ കൂടി ഇങ്ങനെ ഇളുവ പോലെ പോകുന്നത്. അപ്പോൾ എന്താണ്ടേ ഈ 4 പിള്ളേരെയും കൂടെ നോക്കാൻ ഇവൾ മാത്രമേ ഉള്ളൂ, ഇരുത്തില്ല. മറ്റവരെല്ലാം വെളിയിൽ പോയേക്കുക വീശി കിടക്കുന്നുണ്ട്. ഇതെന്തെന്നറിയാവോ, നമ്മുടെ പാള. ഇതിൻ്റെ മെറ്റീരിയൽസ് ഇറക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കിഴക്കിലെ സുമതിയമ്മയുടെ കവുങ്ങിനകത്തുനിന്നാണ്. അത് നമ്മൾ ഇവിടെ വെച്ച് വീശി പോലെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീശി കിടക്കുക. നല്ല കാറ്റാണ് അതിനകത്തുന്നത്. ആ കാറ്റ് കിട്ടുന്ന അത്രയും സമയമുണ്ട് അവിടെ മുഖത്ത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നല്ല സമാധാനമായിട്ടിരിക്കുന്നതാണ്. കണ്ട, ഇതാണ് വെള്ളയുടെ മോള്. ഒന്നുണ്ടോ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങോട്ട് നോക്കേ, കുഞ്ഞിപ്പെണ്ണ് ഇങ്ങോട്ട് നോക്കേ. എഞ്ചുപടി കുമ്പൻ നിൻ്റെ ആണോടാ? ആ, വീശി കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തെ റിയാക്ഷൻ നോക്കിയടാ എണ്ണ. ആണ്, ഇത് പതിയെ അങ്ങ് ഇതാവും. നല്ല അണപ്പാ, എന്തൊരു ചൂടാ. മഴ 1-2 പെയ്തെങ്കിലും പിന്നെ ആ ഒരു ചൂടിനൊട്ടും കുറവില്ല. അതിനാഴ്ചകളുണ്ടോ, അതുകൊണ്ട് ചാടി ഇങ്ങോട്ട് വന്ന് ഇടിക്കും. മുമ്പത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു എന്തിനാ ഇങ്ങനെ കുറുക്കി കെട്ടുന്നതെന്ന്. കുറുക്കി കെട്ടിയില്ലെങ്കിൽ ഇതുങ്ങൾ കിടന്ന് ചുറ്റി വരഞ്ഞ് ഓടുമ്പം കുരുങ്ങി വീഴും. അല്ല വലിയ വിഷയം ആയാലും ലൂസായിട്ട് തന്നെ കാലൊക്കെ ഇടയ്ക്ക് വീഴുന്ന, അതിന് അപകടമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം അതിന് നിൽക്കാനും കിടക്കാനും ഉള്ള ഒരു സംവിധാനം ഇട്ട് വേണം കെട്ടി നിർത്താൻ. അതല്ല നീളത്തിൽ നമ്മൾ വിട്ടേക്കുവാണെങ്കിൽ അത് കാലൊക്കെ വന്ന് കുരുങ്ങി ആകെ പ്രശ്നമാവും. മറിഞ്ഞ് വീണാൽ പിന്നെ നമ്മൾ എറിയുന്നതൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ചെന്ന് പിടിക്കാനും പോലും പറ്റത്തില്ല. പിന്നെ കച്ചി തിന്ന് ശീലിക്കാണ്ട് ഒരാൾ മാത്രം കച്ചി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ലവൾ തിന്നുന്നുണ്ട്, അസൂയ എടുത്തോണ്ട് ഓടുന്നുണ്ടോ. കച്ചി ഇഷ്ടമായിരുന്നു, കച്ചി ഇഷ്ടം, അതിന് പോച്ച ഇഷ്ടമാണ്. മണിക്കിട്ടാ